വെൽക്കം ബാക്ക്. നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നുണ്ടല്ലോ നോക്കിയേ, അടിപൊളി നാടൻ കാറ്റൊക്കെ കൊണ്ട് നമ്മുടെ വയലോരത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടേ നമുക്ക് ഇന്ന് എന്തായാലും നാട്ടിലെ സ്പെഷ്യലി കുറച്ച് കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനുള്ള ആൾ ഇന്ന് പാടത്താണുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ പാടത്ത്. എന്തല്ലേ ഇത് കാണാൻ തന്നെ എന്താ രസം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ വേർഡ്. അപ്പോൾ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യുന്ന ആളെ പോയി പരിചയപ്പെടാം, എന്താണ് കുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഒരു മാസത്തോളം നല്ല വെറൈറ്റി വീഡിയോസ്, നാട്ടുംപുറത്തെ വെറൈറ്റി വീഡിയോസ് എന്നല്ല, നാട്ടുംപുറത്ത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാഴ്ചകളുമായിട്ടായിരിക്കും നമ്മളിനി വരുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, കം. അപ്പോൾ നമ്മളുണ്ടല്ലോ എന്തായാലും നാട്ടിലെ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടേ അമ്മീനെ പിടിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അമ്മ പാടത്ത് പണിയെടുക്കാണ്. അമ്മ എന്തായാലും പണിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിപ്പിക്കാം. ചോദിക്കാം നമുക്ക് അമ്മയുടെ അടുത്ത് എന്താ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ബാ പിന്നെ വരെ പണിയൊക്കെ നിർത്തി നമുക്ക് പോവാം. എന്നിട്ട് നമുക്ക് ഇന്ന് എന്തെങ്കിലും നാട്ടിൽ വന്നിട്ടേ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഒന്ന് ഉണ്ടാക്കി തരണം. അപ്പൊ നമുക്ക് എന്താ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരിക? എന്റെ മക്കളെ മരുമകളും പേരക്കുട്ടിയും മകനും കൂടി ഇന്നാണ് ഇവിടെ എന്നെ കൊണ്ട് പറയാണ്ട് വന്നതാണ്. അതുകൊണ്ട് അപ്പൊ അവർക്ക് സ്പെഷ്യലായിട്ട് ബീഫ് കറി ഉണ്ടാക്കാൻ പറയാം. കറി വേണ്ട, നമുക്ക് ബീഫ് ഫ്രൈ ആക്കാം. ഫ്രൈ തേങ്ങ കിട്ടുന്ന നിങ്ങളുടെ ഒരു സ്പെഷ്യൽ കറി നടത്തുമ്പോ ഉണ്ടാക്കി കൊടുത്താറുന്ന ഭക്ഷണമാണ് അത്. ബീഫ് ഇപ്പൊ നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കണം. വീട്ടിൽ പോയിട്ട് നമുക്ക് പോയി ഉണ്ടാക്കാം അല്ലേ? നടക്കി പാടത്തേക്ക് വീഴരുത്. എല്ലാം നമുക്ക് അവിടെ പോവാം അല്ലേ? അപ്പോൾ നമ്മളെന്താ പരിപാടി? അപ്പോൾ വെള്ളം ഒഴിക്കുക. എന്താ പരിപാടി? അപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് വേകാൻ വെക്കുക. വേറെ വല്ലതും ഉണ്ടോ? വേറെ വല്ലതും ഇടുന്നുണ്ടോ അതിലേക്ക്? എന്നിട്ട് ഇതിൽ ലേശം മഞ്ഞപ്പൊടി വേകാൻ വെക്കുമ്പോൾ 1 സ്പൂൺ. 1 സ്പൂണ്. അത് നമ്മൾ ഇറച്ചി വാങ്ങണതിനനുസരിച്ച്. ഇത് 10 കിലോ വെച്ചിട്ടാണ്? 2 കിലോ ആണ് അല്ലേ? 2 കിലോ ആണ്. അപ്പം ഞാൻ മേടിച്ചോണ്ട് അപ്പത്തിന് അറിയാം. പിന്നെ എന്താണ് ബാക്കി? കുറച്ച് കുരുമുളക്, 1 സ്പൂൺ കുരുമുളക്. ഒന്നല്ല 2 സ്പൂണ് കുരുമുളക് പൊടി അതിലിടാം. ഉപ്പ് വാരിയിടാം. കല്ലുപ്പാണ് ഇറച്ചിക്കൊക്കെ കല്ലുപ്പാണ് ഉള്ളത്. അപ്പോൾ ഒരു ലേശം വേകാനുള്ള കല്ലുപ്പ് വാരിയിട്ട് അതെ, ഇനി കുറച്ച് നേരം ഒന്ന് വേകട്ടെ. കത്തിച്ചിട്ട് അതെ, നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഓട്ടോയിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുമോ? വിറകടുപ്പിൽ വെച്ച ബീഫ്, വിറകടുപ്പിൽ വെച്ച ബീഫ് വേകട്ടെ. അങ്ങനെ അതിന് ശേഷം ബാക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ ബീഫ് വന്നാ? വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കി മസാല കയറ്റാം അല്ലേ? ബീഫൊക്കെ നന്നായി വന്നു. ഇത്തിരി എണ്ണ ഒഴിക്കുക കേട്ടോ. മതി. ഓയിലാണ്? നമ്മുടെ ഇതിനനുസരിച്ച് ആവശ്യത്തിന് വയ്ക്കുക. എന്നിട്ട് കുറച്ച് ചെറിയ ഉള്ളി, 10-15 ഉള്ളി ഉണ്ട്. പക്ഷെ നമ്മൾ 2 കിലോ ഇറച്ചി വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ചൊരു മണത്തിന് ചെറിയ ഉള്ളി അരിഞ്ഞ് അതൊന്ന് മൂക്കട്ടെ. നല്ലോണം മൂക്കി വന്നതിന് ശേഷം അപ്പൊ അവിടെ ഉള്ളിയൊക്കെ വന്നു. ഇനി എന്താ പരിപാടി? നല്ലോണം മൂക്കണേ ഉള്ളൂ. മൂക്കട്ടെ. ഇനി അടുത്ത എന്താ വിളിക്ക്? അടുത്ത് നാളികേരം കൊത്തില്ല. ഒരു നാളികേരം ഉണ്ട്? അത് പകുതി നാളികേരം? ഇല്ല, ഒരു മുറി നാളികേരം അല്ലേ? ഒരു മുറി നാളികേരം. ഓക്കെ, ഉള്ളി നല്ലോണം ഒന്ന് മൂക്കട്ടെ. മൂക്കാല് പാലക്കാട് സ്റ്റൈൽ ബീഫ് റോസ്റ്റ് ആണ്? അപ്പോൾ അല്ല, നമ്മുടെ വീട്ടിൽ വെക്കണ പാലക്കാടല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് വെച്ചുണ്ടാക്കി കഴിക്കാൻ കൊടുക്കണം. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നാട് നമ്മളെങ്ങനെ വീട്ടിൽ എല്ലാവരും വീട്ടിൽ കറാ മസാലയും കറാമ്പൂവും ഒക്കെ പൊടിച്ചും ഒക്കെ ചെയ്യുന്നതാണ്. അതൊന്നും വേണ്ട. നമ്മുടെ മക്കൾക്കും അച്ഛനും എല്ലാവർക്കും കഴിക്കാനുള്ളത് തേങ്ങ അമ്മേനെ വെക്കാം. അത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ.
നാളികേരം മൂത്തു. ഓക്കെ. ഇതാ ഇഞ്ചി. ഇഞ്ചി ഒരു ഇത് ഇഞ്ചി മാത്രം. ചെറിയൊരു ഇഞ്ചി. എത്ര വെളുത്തുള്ളി ഉണ്ടാവും? 2 കൂടെ ഉണ്ടാവുക? ഒരു 10 വെള്ളുള്ളി. ബീഫ് ആവുകൊണ്ട് വെള്ളുള്ളി ഇഞ്ചി ഇത്തിരി കുറേശ്ശെ കൂടുതൽ വേണം. ഇത് നമുക്ക് ഇഷ്ടമുള്ള അത്ര വെച്ചാൽ നമുക്ക് കൂടുതൽ ഒരുപാടായാൽ അത് കുത്തുകയും ചെയ്യില്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം പച്ചമുളക്. നമ്മുടെ വലിയ ഉള്ളി ഒരു 3 എണ്ണം ചെറുതായി അരിഞ്ഞിട്ട് അത്. ഇത് നല്ലോണം ഒന്ന് ചോക്കട്ടെ. 2 തരി ഉപ്പും. ഉപ്പ് ഇത്തിരി വതറുക. ഒരു ശകരം കേട്ടോ. ആ, എന്നാലേ അത് ഉള്ളീൻ്റെ ഒന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ആ, ഓൾറെഡി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് വെന്ത് വേണ്ട. ആ ആ, നമ്മുടെ നാടൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന കറി. ആ, അപ്പോൾ ഉള്ളി വെന്തു. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി 2 എണ്ണം കേട്ടോ. 2 തക്കാളി. ആ ആ, കൂടുതൽ തക്കാളി ഇട്ടാൽ അതിൻ്റെ ഒരു പുളിപ്പായില്ലേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഈ കുരുമുളകിൻ്റെയും ഇതിൻ്റെ ഒന്നും ഒരു മണം കിട്ടില്ല. അത് ഇതൊന്ന് സെറ്റാകട്ടെ, ഉടയട്ടെ. ഉടഞ്ഞതിന് ശേഷം ഇനി ഒരു സ്പൂണ് മുളക് പൊടി. സാധാ മുളക് പൊടി തന്നെയാണ്. കാശ്മീരി ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ വാങ്ങി പൊടിച്ച പൊടിയാണ്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി. അത് നമ്മൾ പൊടിച്ച പൊടി തന്നെയാണ് കേട്ടോ. വാങ്ങി കഴുകി പൊടിച്ചതാണ്. പിന്നെ 2 സ്പൂണ് കുരുമുളക് പൊടി. ആ, കുരുമുളക് ഇട്ടിട്ടുണ്ട് ലേശം. അത് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് ഇട്ടേക്കുന്നത്. ആ, വേണ്ട. അതൊരു 2 സ്പൂണ് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച്. അതൊന്ന് ഇളക്കി നല്ല കാരവും മണമൊക്കെ വരുന്ന വരെ ഇളക്കി സെറ്റാക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി കഷ്ണത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാം. പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടായ കറുവേപ്പിലയാണ്, വാങ്ങിയതൊന്നുമല്ല. അടിപൊളി കറുവേപ്പിലയാണ്. ആ, പിന്നെ നമ്മൾ ഇറച്ചി വെച്ചിട്ടല്ല ഇടണം. അതിന് മുമ്പ് തന്നെ പുതിന മല്ലിത്തല ഒക്കെ ഇതോടുകൂടി ഒന്ന് സെറ്റാക്കുക. ആ, പിന്നെ ഇറച്ചി കൊട്ട വേവിച്ച് വെച്ച ഇറച്ചി. ആ, മഞ്ഞപ്പൊടി കുരുമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ച ഇറച്ചി ഇതൊക്കെ കൊട്ടി ഇളക്കി സെറ്റാക്കി. ഇനി ഒരു 10 മിനിറ്റ് നിന്ന് ഈ മുളകും മസാലയും ഒക്കെ വെള്ളമൊക്കെ ഒന്ന് സെറ്റായി ആ ഒന്ന് ജോയിൻ്റ് ആയ ഇതിലൊന്നും വേറെ ചെയ്യാനില്ല. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, ഒന്ന് തിളച്ച് മുളക് മസാലയൊക്കെ ഒന്ന് റെഡിയായ അപ്പോൾ നമ്മളുണ്ടല്ലോ ബീഫേ ഉണ്ടാക്കിയ ആളിതാ കേട്ടോ. ഇന്ന് ബീഫ് ഉണ്ടാക്കിയ ആളിതാ ചമ്മരം പടിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം അമ്മയാണ് ബീഫ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. എന്തായാലും നമ്മളുണ്ടല്ലോ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കിയത്. ഓക്കെ, ഉണ്ടാക്കിയതാ നമ്മുടെ 2 ഗസ്റ്റ് മോൾട്ടി ഉണ്ട്, മുത്തുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. എന്തായാലും കഴിക്കാൻ എന്തായാലും നോക്കട്ടെ. കഴിച്ചു നോക്ക്. ബീഫ് ഉണ്ടാക്കിയ ആള് കഴിക്കില്ല, അതാണ് മെയിൻ പ്രശ്നം. ഉപ്പും മുളകൊക്കെ കഴിക്കുന്നവരാണ് പറയേണ്ടത്. ഇറച്ചിയും കൂട്ടി കഴിക്കണം. എങ്ങനെയുണ്ട് മുത്തേ, കാര്യം പറ. എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പറായിട്ടോ? കഴിച്ചു നോക്ക്. ഭയങ്കര എരിവൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മുത്ത കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ പറ. മോൾട്ടി എങ്ങനെയുണ്ട് നോക്ക്. സൂപ്പറായിട്ടാ? അച്ഛമ്മടെ നാടൻ കറിയില്ലേ. അപ്പൊ ഞാനിനി കഴിച്ചു നോക്കട്ടെ. അപ്പൊ നമ്മളെന്തായാലും ടേസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കാൻ പോകും. നമ്മൾ പടയുണ്ട് ഇവിടെ ചുറ്റിലും. കഴിച്ചോ എടുക്ക്. ഇച്ചിരി ദോശയും ഇച്ചിരി ചോറും ഇതാട്ടോ, ഇടിച്ചക്ക ഉപ്പേരിയും. ആഹാ, മസാലയൊന്നും ഇല്ലാണ്ടുണ്ടല്ലോ. ഇതിൽ ഗരം മസാല അങ്ങനെയുള്ള മസാല പരിപാടി ഒന്നും ഇട്ടില്ല. സാധനം കിടു മക്കളെ. ഏതാണ് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അമ്മ ഉണ്ടാക്കേണ്ടത് അമ്മ തന്നെ ഉണ്ടാക്കണം.
പക്ഷെ വേറൊരു കാര്യം വെച്ചാൾ കഴിക്കില്ല, അതെ ഞാൻ കഴിക്കില്ല. അതാണ് ഇപ്പോൾ കാര്യം. അപ്പോൾ നമ്മളിത് തിന്ന് തീർക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ഇനി അടിച്ചു, ഞാൻ നോക്കണ്ട.